പ്രൊജക്ട് അംബാസിഡർ. എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളാണ് നമ്മൾ എപ്പോഴും എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒരുവിധ എല്ലാ വലിയ കമ്പനികളും, യു ടേക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമാണ്. അപ്പൊ ആ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള പേര് അവർക്കുള്ളതാണ്. അത് ഇത്രയും കാലമായിട്ട് വേറെ ആരും കൊടുത്തിട്ടില്ല. ഞാനപ്പോ ജിപ്പിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഇത് ഇത്രയും ഞാനിതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് നമ്മൾ അങ്ങനെ കുട്ടികൾക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട്, കാരണം ഇതൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിന് ഒരു അവയർനെസ് ഇല്ല. ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ എനിക്ക് 2 കോളേജിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. ഫറൂഖ് കോളേജിലും ഉണ്ടായിരുന്നു, EMEA കോളേജിലും. അവിടുത്തെ പ്രൊഫസേഴ്സിന് വരെ ഇതിനെപ്പറ്റി അറിയില്ല. സോ ദ മെസ്സേജസ് സ്ലോലി വരുന്നേ ഉള്ളൂ. സാധാരണ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ജിടെക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ എന്നും ഉണ്ടാവണം, എന്നും ഉള്ളതാണ്. കാരണം പ്രത്യേകിച്ച് കോഴിക്കോട് പ്രൊജക്ട് അംബാസിഡർ. എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളാണ് നമ്മൾ എപ്പോഴും എല്ലാ സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഒരുവിധ എല്ലാ വലിയ കമ്പനികളും, യു ടേക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമാണ്. അപ്പൊ ആ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള പേര് അവർക്കുള്ളതാണ്. അത് ഇത്രയും കാലമായിട്ട് വേറെ ആരും കൊടുത്തിട്ടില്ല. ഞാനപ്പോ ജിപ്പിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഇത് ഇത്രയും ഞാനിതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേര് നമ്മൾ അങ്ങനെ കുട്ടികൾക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട്, കാരണം ഇതൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇത് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസി ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിന് ഒരു അവയർനെസ് ഇല്ല. ഇപ്പൊ ഞാൻ ഇന്ന് തന്നെ എനിക്ക് 2 കോളേജിൽ പരിപാടികൾ ഉണ്ടായിരുന്നു. ഫറൂഖ് കോളേജിലും ഉണ്ടായിരുന്നു, EMEA കോളേജിലും. അവിടുത്തെ പ്രൊഫസേഴ്സിന് വരെ ഇതിനെപ്പറ്റി അറിയില്ല. സോ ദ മെസ്സേജസ് സ്ലോലി വരുന്നേ ഉള്ളൂ. സാധാരണ ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ജിടെക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ എന്നും ഉണ്ടാവണം, എന്നും ഉള്ളതാണ്. കാരണം പ്രത്യേകിച്ച് കോഴിക്കോട്